പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹങ്ങളും നന്മകളും സന്തോഷങ്ങളും നൽകുന്ന ഒരു ധന്യമായ ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. 2 Thessalonians chapter 2 verse 15 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് 2 കത്തുകളാണ് എഴുതിയിട്ടുള്ളത്. അതാണ് 1ഉം 2ഉം ലേഖനങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖന ഭാഗത്ത് ചേർത്തിരിക്കുന്നത്. ജാതീയ വിജാതീയരുടെ കൂട്ടത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പറ്റം ദൈവജനം. അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത വളരെ ശക്തമാണ്. അവരുടെ ഉള്ളിൽ അനേക സംശയങ്ങൾ, ആദികൾ, പ്രത്യേകിച്ച് അവർക്ക് മുമ്പേ മരിച്ചുപോയവരെ കുറിച്ച്, അവരുടെ കാലഘട്ടത്തിൽ ആത്മീയമായി സംഭവിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പൗലോസ് കാലാകാലങ്ങളിലായി അവരുടെ സംശയം ദൂരീകരിച്ചും, പ്രത്യേകിച്ച് സില്വാനോസും തിമത്തിയോസും ഒക്കെ കൂടെ ശക്തമായി അവരെ ഉപദേശത്തിൽ ഉറപ്പിച്ചും പോന്നു. എന്നാൽ 1-ാം ലേഖനത്തിനും 2-ാം ലേഖനത്തിനും ഇടയിലായി അവിടെ ചില ദുഷ്പ്രവണതകൾ അഥവാ ദുരുപദേശങ്ങൾ കടന്നുകൂടി. ജനമാകമാനം വല്ലാത്ത അവസ്ഥയിലെത്തി. ആ നിലയിൽ ജനം വിശ്വാസത്തിൽ നിന്ന് മാറാതിരിപ്പാൻ ലഭിക്കപ്പെട്ട യഥാർത്ഥ സുവിശേഷത്തിൽ നിലനിൽക്കുവാൻ 2-ാമത്തെ ലേഖനം പൗലോസ് വളരെ ശക്തമായി രേഖപ്പെടുത്തുന്ന ആത്മീയ ഗുണപാഠങ്ങളും കൂടെയാണ് എന്ന് നാം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും മാറാതിരിക്കാൻ അവരെ ഉറപ്പിച്ചു പറയുകയാണ്: ആകയാൽ ഞങ്ങളുടെ സഹോദരന്മാരെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട സുവിശേഷമാകുന്ന യേശുവിൽ ഉറച്ചു നിൽക്കണം. അത് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്താണെങ്കിലും കൊള്ളാം. നിങ്ങൾക്ക് ലേഖനത്താൽ ലഭിക്കപ്പെട്ടതോ ആയ ആ ഒരു വലിയ വിശ്വാസ പ്രമാണത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയും ക്രിസ്തീയ ജീവിതം പലപ്പോഴും ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ആത്മീയ ലോകം വളരെ വളരെ വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും പലരുടെയും പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുന്ന അനുഗ്രഹം എന്നത് ഈ ലോകത്തിന്റെ സാമ്പത്തികം, ഉയർന്ന ജോലി, വലിയ വീട്, മുന്തിയ ഇനം വാഹനങ്ങൾ, ഒത്തിരി പ്രോപ്പർട്ടി, ചുരുക്കത്തിൽ ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങളാണോ വേദപുസ്തകം പറയുന്ന അനുഗ്രഹം? ഇന്ന് അങ്ങനെ ഒരു ക്രൈസ്തവ ലോകം തന്നെ കെട്ടിപ്പടുത്തു നിർത്തിയിരിക്കുകയാണ്.
ദൈവജനമേ, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഒരു വിശ്വാസിക്ക്, ഒരു യഥാർത്ഥ ക്രൈസ്തവന് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ആ അടിസ്ഥാന പ്രമാണത്തിന്റെ ഒരു വലിയ ആകെത്തുകയാണ് ഈ ജീവന്റെ വചനമായ വേദപുസ്തകം. നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള 66 അറകളുള്ള ഈ ഒരു വലിയ അനുഗ്രഹത്തിന്റെ പത്തായം വെറുതെ അനുഗ്രഹം ഇങ്ങ് തരികയല്ല. എന്റെ സഭയിലോട്ട് വാ, എന്റെ കൂട്ടായ്മയിൽ വാ, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യ, നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും. അങ്ങനെയുള്ള അനുഗ്രഹം തേടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നുകൂടെ ചിന്തിക്കാതെ കുടുംബത്തെയും കൂട്ടരെയും നിന്റെ സഭയെയും ഇട്ടുകളഞ്ഞ് അങ്ങ് ചാടുകയാണ്. വചനം പറയുന്നത് പോലെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ സ്ഥിതി പോലൊരു വല്ലാത്ത സ്ഥിതി മറ്റാർക്കും ഇല്ലല്ലോ എന്ന്. പക്ഷേ നാണക്കേടും അഭിമാനമോ ദുരഭിമാനമോ കൊണ്ട് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അനേകരിന്ന് മുങ്ങിത്താഴുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നമുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയമുണ്ട്, ജോലി വിഷയമുണ്ട്, സാമ്പത്തിക വിഷയമുണ്ട്, കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്, വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന ആളുകളായിട്ടും നടക്കാത്ത പല പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ നാം നേരിടേണ്ട എല്ലാവിധ പ്രശ്നങ്ങളും ഒരു വിശ്വാസിക്കുണ്ട്, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവേദനുണ്ട്. അതുകൊണ്ട് ചാടി ഓടി അങ്ങ് പോവുകയാണോ? പ്രശ്നങ്ങളില്ലാത്ത, എന്നും സന്തോഷമുള്ള, എന്നും അനുഗ്രഹം മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ ലോകം ഉണ്ടെന്ന് മനുഷ്യനെ വെറുതെ പറഞ്ഞ് മോഹിപ്പിച്ച് അവരവരുടെ വലയിലാക്കി ഊറ്റിപ്പിഴിയുന്ന വെറും ശവന്തീനി കഴുകന്മാരായി ഇന്ന് ക്രൈസ്തവ ലോകം അധപ്പതിക്കുന്നു. അങ്ങനെയുള്ള ചില ദുരുപദേശങ്ങൾ തെസ്സലോനിക്ക സഭയിൽ കടന്നുകൂടുകയും ചിലരെയെങ്കിലും അതില് അവർ അനുനയിപ്പിച്ച് അതിലേക്ക് ആനയിക്കുന്നു എന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ പൗലോസ് വളരെ ശക്തമായി പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ വാക്കിനാലും ഉപദേശത്താലും ലേഖനത്താലും എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടോ ആ സുവിശേഷത്തിൽ, ആ വചനത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച അതിരാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശ്രോതാക്കളോട്, എന്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പറയുവാനുള്ളത്, പ്രശ്നങ്ങളില്ലാത്ത ഒരു പുതിയ പ്ലാനറ്റിൽ പോകുവാൻ, അനുഗ്രഹങ്ങൾ മാത്രം കവിഞ്ഞൊഴുകുന്ന ഒരു പുതിയ ആത്മീയ ജീവിതത്തിലേക്ക് ഓടുവാൻ നമ്മളിനി എത്ര ശ്രമിച്ചാലും പറ്റുകയില്ല. നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ലഭിക്കപ്പെട്ട വചനത്തിൽ അടിയുറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോട് മുൻപോട്ട് പോയാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ, നാം അഭിമുഖീകരിക്കുന്ന ഇന്നിന്റെ വിഷയങ്ങളുടെ മധ്യേ ജയോത്സവമായി വലങ്കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതായിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ, എത്ര പഴക്കമേറിയതായിക്കൊള്ളട്ടെ, അതിനകത്തിലൊന്നും ഒരു കാര്യവുമില്ല. തമ്പുരാൻ വിചാരിച്ചാൽ ഇതെല്ലാം നിഷ്പ്രയാസം മാറാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. കാലാകാലങ്ങളിൽ വന്നു പോകുന്ന ആത്മീയ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചല്ല ഒരു ദൈവത്തിൽ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. മറിച്ച്
സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ജീവന്റെ വചനം, അതെ, മാറ്റങ്ങളുടെയും മറിച്ചിലുകളുടെയും ലോകത്തിൽ മാറാതെ, മറക്കാതെ, മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഈ ദൈവവചനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയൂ. അതിൽ കൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും വിടുതലുള്ളൂ. അതുകൊണ്ട് ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവജനമേ, നമുക്ക് ചുറ്റും ഉപദേശങ്ങളായും ദുരുപദേശങ്ങളായും സ്നേഹ സന്ദേശങ്ങളായും അനേക കാര്യങ്ങൾ വരും. അവിടെ ഒന്നും ഞാനും നിങ്ങളും വീണു പോകരുത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ക്ഷീണത്തിലോ രോഗത്തിലോ ആവശ്യങ്ങളുടെ മുഖത്തോ പ്രയാസത്തിലോ ഇരിക്കുന്നവരെയാണ് ഇങ്ങനെയുള്ള കൂട്ടർ ദുർവിനിയോഗം ചെയ്യുന്നത്. അവരെയാണ് ചൂഷണം ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ക്ഷീണത്തിൽ, വേദനയിൽ, സങ്കടത്തിൽ, വിഷമത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നുവോ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം, വചനത്തിൽ അടിയുറച്ച് നിൽക്കണം. നിശ്ചയമായും ഒരു വിടുതലുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. അതെ, ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. അതായത് ഇന്നും നാളെയും ഈ 2 ദിവസം കൊണ്ട്, അഥവാ ഈ മാസം 31-ാം തീയതിക്കകം നേടിയെടുക്കേണ്ട, നടക്കേണ്ട ചില ജീവിത പ്രശ്നങ്ങളുമായി ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. പ്രിയ സഹോദര, പ്രിയ കുടുംബമേ, നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ചാഞ്ചാടിപ്പോകാതെ, അവിശ്വസിക്കാതെ, പിറുപിറുക്കാതെ, പിന്മാറ്റത്തിൽ പോകാതെ ദൈവവചനത്തിൽ വേരൂന്നി ആഴത്തിലിറങ്ങി വിശ്വസിച്ച് ദൈവകൃപയോടെ നിലകൊള്ളുക. നിങ്ങളെ വിടുവിക്കുവാൻ തമ്പുരാൻ മതിയായവനാ. ആകയാൽ ഈ ദിനം ജീവജലത്തിന്റെ എല്ലാ കേൾവിക്കാർക്കും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ദിനമാവട്ടെ. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ, നിയമവിഷയങ്ങൾ, വിദേശ യാത്രകൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ തമ്പുരാൻ നടത്തട്ടെ, നിർവഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ നിങ്ങളെ ഏവരെയും പരിപാലിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രതികൂലങ്ങളുടെയും മാറ്റങ്ങളുടെയും ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, വേരൂന്നി നിൽക്കുവാൻ പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങളിൽ, പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ചാഞ്ചാടിപ്പോകുവാനിടയാകല്ലേ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പിശാച് പല വിധത്തിൽ ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ, ഞങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ, പോ പിശാച് എന്ന് പറയുവാനുള്ള ശക്തി ഉയരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദിനം വിടുതലിന്റെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവകൃപയാൽ നിറയ്ക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം പൂർത്തീകരിച്ച് അങ്ങേക്ക് നന്ദി ചൊല്ലുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്ക് ചുറ്റും എന്തെല്ലാം സംഭവിച്ചാലും, പ്രത്യേകിച്ച് ആത്മീയ ലോകത്തിൽ എന്തെല്ലാം നടന്നാലും, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, നമുക്ക് ലഭിക്കപ്പെട്ട ഒരു ദൈവവചനമുണ്ട്. അതെ, ബാക്കിയുള്ളതൊക്കെ മാറിപ്പോകും. മാറാത്തതും എന്നും നിൽക്കുന്നതും നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതും ഈ ജീവന്റെ വചനം മാത്രമാണ്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. ഈ ദിനം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും
വിടുതലിന്റെയും ദിനമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.